ബോട്ടിൻ്റെ ഒരു സ്മാർട്ട് വാച്ചും കൂടെ അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. യമഹ ബൈക്ക് സെഗ്മെൻറ്റ്സിന് കൊടുത്തിട്ടുള്ള ഓഫർ ഓണത്തിന് എന്താണെന്നുള്ള പറഞ്ഞുതരാം. അതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇത്ര കൊടുക്കുന്നതെന്ന് അറിയോ? വെറും ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമസ്കാരം. അപ്പോൾ 2024 ഓണം വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ കുറേ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് എന്താണ് ബ്രോ നമ്മുടെ വീഡിയോസിൽ ഷോറൂം വിസിറ്റ് വീഡിയോ ഒന്നും വരുന്നില്ലല്ലോ. യെസ്, അപ്പോൾ നമ്മുടെ ഷോറൂം വിസിറ്റ് വീഡിയോ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് എന്തായാലും നമുക്ക് നമ്മുടെ സ്ഥിരം ചെയ്യാറുള്ള യമഹ ഷോറൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്ത് നെടുമൺകരയുള്ള ശിവജി ഓട്ടോസിലാണ്. അപ്പോൾ നമുക്ക് ഈ ഷോറൂമിൽ നിന്ന് തന്നെ നമ്മുടെ യമഹ വണ്ടികളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓണമായിട്ട് പ്രമാണിച്ചിട്ടുള്ള സ്കീംസ് എന്താണ്, ഓഫേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. യെസ്, നമുക്ക് നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റ്സിലോട്ട് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്കൂട്ടർ സെഗ്മെൻറ്റ്സിൽ ഫസ്റ്റ് നമുക്ക് ഫസീനോ എന്ന് പറയുന്ന മോഡൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പഴയ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കുമ്പോൾ പ്രൈസിലൊന്നും വലിയ അപ്ഡേഷൻ വന്നിട്ടില്ല, ചെറിയ രീതിയിലുള്ളൂ. ഫസിനോ ഡ്രം മുതൽ ഫസിനോയുടെ ടോപ്പ് വേരിയൻസിലുള്ള പ്രൈസ് പറഞ്ഞുതരാം. നമുക്ക് ബേസ് മോഡൽ വരുമ്പോൾ 85,500 രൂപയാണ് എക്സ്ഷോറും സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവിടെ നിന്ന് നേരെ ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോൾ 98,500 എക്സ്ഷോറും വരുന്നത്. ഓൺ റോഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് 1,04,700 രൂപയിൽ സ്റ്റാർട്ടിങ് തുടങ്ങി 1,19,500 വരെയാണ് നമുക്ക് ഓൺ റോഡിങ് പ്രൈസ് വരുന്നത് ഫസിൻ്റെ ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോൾ. സോ ഫസിന് നമുക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് 5,000 രൂപയൊക്കെയാണ്. ഏറ്റവും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,000 നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. EMI വരുമ്പോൾ നമുക്ക് ഒരു 3,900 വെച്ചിട്ടൊക്കെ ആയിരിക്കും EMI വരുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റ്സിനും കുറച്ച് സ്കീംസും കാര്യങ്ങളൊക്കെ ഈ ഓണത്തിന് അവർ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മുടെ മറ്റു ഡീറ്റെയിൽ നോക്കിയിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റൈസഡാർ മോഡൽസിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ബേസ് മോഡൽ പ്രൈസ് വരുന്നത് 89,500 രൂപയിൽ തുടങ്ങി ടോപ്പ് വേരിയൻസിലോട്ട്, അതായത് നമ്മുടെ സ്ട്രീറ്റ് റാലി മോഡൽസിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 99,990 രൂപയാണ് എക്സ്ഷോറും വരുന്നത് കേട്ടോ. അതിൻ്റെ ഓൺ റോഡിങ് പ്രൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ റൈസഡാറിൻ്റെത് ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും 1,09,300 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1,21,500 രൂപയാണ് നമുക്ക് ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോൾ ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. സോ നമുക്ക് നമ്മുടെ റൈസഡാർ മോഡൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് 6,000 രൂപ റേഞ്ചാണ്. നമുക്ക് EMI വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 4,100 വെച്ചിട്ടായിരിക്കും EMI വരുന്നത്. നമുക്ക് ഫസിനോ റൈസറിൻ്റെ മോഡൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കൂട്ടർ സെഗ്മെൻറ്റ്സിൽ ടോപ്പ് വേരിയൻസിലായിട്ടുള്ളത് നമ്മുടെ എയറോക്സ് മോഡലാണ്. ഓക്കെ, നമുക്ക് ഫൈനലായിട്ട് നോക്കാൻ നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റ്സിൽ നമ്മൾ എയറോക്സ് മോഡലാണ് കേട്ടോ. എയറോക്സിൻ്റെ വരുമ്പോൾ നമുക്ക് 2 മോഡൽ വരുന്നുണ്ടായിരുന്നല്ലോ. എയറോക്സും വരുന്നുണ്ട്, എയറോക്സ് എസ് എന്ന് പറയുന്ന കീലെസ് ടൈപ്പ് വണ്ടിയും വരുന്നുണ്ട്. സോ എയറോക്സിൻ്റെ രണ്ടിൻ്റെ പ്രൈസ് എക്സ്ഷോറും പറഞ്ഞുതരാം. 1,51,000 രൂപയിൽ തുടങ്ങി നമ്മുടെ എയറോക്സിൻ്റെ എസ്സിലോട്ട് വരുമ്പോഴത്തേക്കും 1,54,000 വരെ എക്സ്ഷോറും വരുന്നുണ്ട്. ഒരു 3,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ എക്സ്ഷോറുമിൽ. നേരെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,87,000 രൂപയിൽ തുടങ്ങി 1,91,000 രൂപ വരെ നമുക്ക് എയറോക്സിന് ഓൺ റോഡിങ് പ്രൈസ് ഉണ്ട്. സോ എയറോക്സ് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഒരു 10,000 രൂപയ്ക്ക് അടച്ച വണ്ടി നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. EMI നോക്കുവാണെങ്കിൽ നമുക്കൊരു 5,100 വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് EMI വരുന്നത് എയറോക്സിന്. അപ്പം നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസിനോ റൈസർ എയറോക്സ് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ എന്താണ് സ്കൂട്ടർ സെഗ്മെൻറ്റ്സിലുള്ള ഓഫർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എയറോക്സ് മോഡലിന് വരുന്നില്ല, നമ്മുടെ ഫസിനോ റൈസറാർ മോഡൽസിന് 4,000 രൂപയുള്ള ക്യാഷ് ബാക്കാണ് നമ്മുടെ ഈ ഓണത്തിന് യമഹ ഇപ്പം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബൈക്ക് സെഗ്മെൻറ്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബൈക്ക് സെഗ്മെൻറ്റ്സിന് സെപ്പറേറ്റ് സ്കീംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം ഞാൻ ഒരുമിച്ച് പറയാൻ കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് പ്രൈസും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിപ്പോകാം. സോ ഫസ്റ്റ് നമുക്ക് FZ 16 മുതൽ FZ S V4, അതായത് പുതിയ ജനറേഷൻ വണ്ടികളുടെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. FZ 16 വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ഷോറും സ്റ്റാർട്ടാവുന്ന 1,19,900 രൂപയിൽ തുടങ്ങി നമ്മുടെ FZ S V4 ന്യൂ ജനറേഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൈസ് വരുന്നത് 1,32,900 രൂപയാണ്. ഓക്കെ, എക്സ്ഷോറുമാണ്. നേരെ ഓൺ റോഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ FZ 16 ഓൺ റോഡ് എന്ന് പറയുമ്പോൾ 1,47,000 രൂപയിൽ തുടങ്ങി നേരെ നമ്മുടെ FZ S V4 ജനറേഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 1,62,000 ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. സോ നമുക്ക് നമ്മുടെ FZ 16 ഇറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് 20,000 രൂപയ്ക്കാണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 20,000 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3,999 വെച്ചിട്ടൊക്കെ ആയിരിക്കും EMI വരുന്നത്. നേരെ നമ്മുടെ FZ V4 സെഗ്മെൻറ്റ്സിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഏകദേശം ഒരു 25 രൂപ റേഞ്ചൊക്കെയാണ് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 4,600 റേഞ്ചൊക്കെ ആയിരിക്കും EMI വരുന്നത്. ഇതാണ് നമ്മുടെ FZ 16ഉം FZ S V4ഉം തമ്മിലുള്ള പ്രൈസ് ഡീറ്റെയിൽ. ഓക്കെ,
ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞു. നേരെ നമ്മുടെ എഫിസഡ് എക്സിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിലും പ്രൈസിങ്ങിലൊന്നും വലിയ അപ്ഡേറ്റ്സ് നമ്മൾ നേരത്തെ ചെയ്ത് വീഡിയോ നോക്കുമ്പോൾ വലിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. സെയിം തന്നെയാണ്. എഫിസഡ് എക്സിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബേസ് 1,40,500 രൂപയിൽ തുടങ്ങി ടോപ്പ് വേരിയൻസിലോട്ട് വരുമ്പോഴത്തേക്കും 1,75,000 രൂപയാണ് നമുക്ക് ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. സോ നമുക്ക് എഫിസഡ് എക്സ് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുള്ള ഒരു 30,000 റുപ്പീസൊക്കെയാണ്. നമുക്ക് EMI ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 5,100 വെച്ചിട്ടായിരിക്കും EMI വരുന്നത് 3 വർഷത്തേക്ക്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ MT മോഡൽസിലോട്ട് നോക്കാം. MT മോഡൽ വരുമ്പോൾ അറിയാമല്ലോ 2 മോഡൽസായിട്ടാണ് വരുന്നത്. അപ്പോൾ MT നമുക്ക് 1,72,000 രൂപയിൽ തുടങ്ങി 1,77,000 രൂപ വരെ നമുക്ക് എക്സ്ഷോറിംഗ് പ്രൈസ് വരുന്നുണ്ട് MTക്ക്. ബേസും ടോപ്പ് മോഡലായിട്ട് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ MT-15 പിന്നെ MT-15 വെർഷൻ 2. ഓക്കെ, നേരെ ഓൺ റോഡിങ് പ്രൈസ് നോക്കുവാണെങ്കിൽ 2,12,500 രൂപയിൽ തുടങ്ങി 2,18,000 രൂപയാണ് നമ്മുടെ MT വെർഷൻ 2 വരുമ്പോഴത്തേക്ക് ഓൺ റോഡിങ് പ്രൈസ് വരുന്നത്. സോ നമുക്ക് MT ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് 35,000 രൂപയാണ്. 35 അടയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു 5,600 റേഞ്ച് വെച്ചിട്ടായിരിക്കും നമുക്ക് EMI വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ R15 സെഗ്മെൻറ്റ്സാണ് കേട്ടോ. R15 സെഗ്മെൻറ്റ്സിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് R15 റെഡ് കളറിൽ തുടങ്ങി R15 V4 M വരെയുള്ള മോഡൽസാണ്. അപ്പോൾ R15 റെഡാണ് ബേസായിട്ട് വരുന്നത്. നമുക്ക് എക്സ്ഷോറും വരുന്നത് 1,86,500 രൂപയിൽ തുടങ്ങി 1,99,900 രൂപയാണ് എക്സ്ഷോറും വരുന്നത്. ഓൺ റോഡിങ് പ്രൈസ് വരുമ്പോൾ 2,29,500 രൂപയിൽ തുടങ്ങി, അതായത് R15 റെഡിൻ്റെ കളറാണ്. അതിൽ നിന്ന് തുടങ്ങി 2,45,000 രൂപയാണ് നമുക്ക് ഓൺ റോഡിങ് പ്രൈസ് വരുന്നത് R15 V4 M വരുമ്പോൾ. സോ നമുക്ക് R15 ഇറക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് വേരിയൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് 40,000 രൂപ അടച്ചാൽ മതി. 6,300 വെച്ചിട്ടൊക്കെ ആയിരിക്കും EMI വരുന്നത് നമുക്ക് ഒരു 36 മാസത്തേക്ക്. ഇതാണ് നമുക്ക് ലാസ്റ്റ് R15 വരുമ്പോഴുള്ള സ്കീം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ എഫിസർ 16, എഫിസർ V4 പറഞ്ഞു, എഫിസർ എക്സ് പറഞ്ഞു, MT പറഞ്ഞു, ഇപ്പോൾ ഫൈനലി R15 പറയുന്നുണ്ട്. അപ്പം യമഹ ബൈക്ക് സെഗ്മെൻറ്റ്സിന് കൊടുത്തിട്ടുള്ള ഓഫർ ഓണത്തിന് എന്താണെന്നുള്ള പറഞ്ഞുതരാം. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എഫിസർ മോഡൽസിന് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മുടെ R15 മോഡൽ വരുന്നില്ല, MT മോഡൽ വരുന്നില്ല, എഫിസർ എക്സ് മോഡൽ വരുന്നില്ല. നമ്മുടെ മറ്റു എഫിസർ 16 മുതൽ എഫിസർ V4 വരെയുള്ള മോഡൽസിന് ഈ ഓണത്തിൻ്റെ ഓഫറായിട്ട് അവർ 5,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. 5,000 രൂപ വരെ മാത്രമല്ല, ഫിനാൻസിൻ്റെ ഒരു ഡീറ്റെയിൽ വരികയാണെങ്കിൽ നമ്മളെ കസ്റ്റമർ നല്ല എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇത്ര കൊടുക്കുന്നതെന്ന് അറിയാമോ? വെറും 999 രൂപ മാത്രം അടച്ചാൽ മതി നമുക്ക് ബൈക്ക് ഇറക്കാനുള്ള ഓപ്ഷനുണ്ട്. ആ 999 എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാഷ് ബാക്കിൻ്റെ ഓഫറുകൊണ്ട് അവർ അതിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി നമുക്ക് നമ്മുടെ വണ്ടി ഇറക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ R15-നും MT-ക്കും എഫിസർ എക്സിനും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കൂട്ടർ സെഗ്മെൻറ്റ്സ് നോക്കി, ബൈക്ക് സെഗ്മെൻറ്റ്സ് നോക്കി, അവരുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി. സ്കീം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബൈക്ക് സെഗ്മെൻറ്റ്സിൽ എഫിസർ എക്സിന്, അതായത് എഫിസർ എക്സിന് വരുന്നില്ല, അല്ല എഫിസർ 16 മുതൽ എഫിസർ നമ്മുടെ V4 വരെയുള്ള മോഡൽസിന് 5,000 രൂപ ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. സ്കൂട്ടർ സെഗ്മെൻറ്റ്സിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് റേസർ ആർ ഫസിനോ മോഡൽസിനൊക്കെ 4,000 രൂപ വരെ ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ എയറോക്സ് മോഡലിൽ വരുന്നില്ല. ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ ഓഫറായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻസിൻ്റെ ഒരു സ്കീമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ L&T ഫിനാൻസിൻ്റെ ഒരു സ്കീം ഈ ഓണത്തിന് വരുന്നുണ്ട്. നമ്മുടെ ഈ സെപ്റ്റംബർ 30 വരെ ഈ ഒരു സ്കീം വരുന്നുണ്ട്. L&T ഫിനാൻസിൻ്റെ അണ്ടറിൽ ലോഞ്ച് ചെയ്തെടുക്കുന്നവർക്ക് ബോട്ടിൻ്റെ ഒരു സ്മാർട്ട് വാച്ചും കൂടെ അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ കസ്റ്റമേഴ്സിനും, അതായത് L&T ഫിനാൻസ് വഴി ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അവർ ബോട്ടിൻ്റെ ഒരു സ്മാർട്ട് വാച്ച് അവർ കൊടുക്കുന്നുണ്ട്. അതൊരു ഓണത്തിൻ്റെ സ്പെഷ്യൽ സ്കീമായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു സ്കീം, ഒരു സ്പെഷ്യൽ സ്കീം എന്ന് പറയുന്നത് അത് സെലക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ്. അതായത് നമ്മുടെ സിവിൽ സ്കോർ അനുസരിച്ചുള്ള സെലക്ട് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നോ ഹൈപ്പോത്തിക്കേഷൻ സ്കീമിൽ, അതായത് ഹൈപ്പോത്തിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ അവർ ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ L&T ഫിനാൻസ് ഈ ഓണത്തിന് യമഹ ബൈക്കുകൾക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് നമ്മുടെ 2024 ഓണം മാസത്തിലുള്ള യമഹ വണ്ടികളുടെ പുതിയ പ്രൈസും അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് EMI ഡീറ്റെയിൽസ്, അതിലുപരി പുതിയ സ്കീംസും കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ഓണമായിട്ട് ബന്ധപ്പെട്ട യമഹയുടെ സ്കീംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും പുതിയ യമഹ വണ്ടികൾ എടുക്കണം എന്നുള്ള ആൾക്കാർ ഉടനെ തന്നെ ഈ ഓണമാസത്തിന് വണ്ടി പർച്ചേസിനായിട്ട് നോക്കുക. ഈ കിട്ടുന്ന ഓഫേഴ്സും കാര്യങ്ങളൊന്നും കളയാൻ നോക്കണ്ട. പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് നമ്മുടെ L&T ഫിനാൻസിൽ അതുവഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്മാർട്ട് വാച്ച് കൂടെ കിട്ടും. അപ്പോൾ അതും കൂടെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നല്ലൊരു ഓണം ആശംസിക്കണം എല്ലാവർക്കും. ഹാപ്പി ഓണം. പുതിയ വണ്ടികളൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുക.